വെൽക്കം ടു ബിയാസ് കിച്ചൻ. ഇന്ന് പിസ്സ സോസ് എങ്ങനെയാണ് ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കാം എന്നതാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഈ സോസ് ഉപയോഗിച്ച് പിസ്സ റെഡിയാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ, അതേ കളറിൽ, അതേ ടെക്സ്ചറിൽ എങ്ങനെ വീട്ടിൽ റെഡിയാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് സോസ് തയ്യാറാക്കാനായിട്ട് 3 മീഡിയം തക്കാളി ബോയിൽ ചെയ്തെടുക്കാം. ഇതുപോലെ സ്കിന്ന് വിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബോയിൽ ചെയ്ത തക്കാളി ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ സ്കിന്ന് ഫുള്ള് റിമൂവ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ വെന്ത് കിട്ടണം. സ്കിന്ന് തൊടുമ്പോഴത്തേന് വിട്ടു പോരുന്ന രീതിയിലായിരിക്കണം ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ ഫുള്ള് സ്കിന്ന് ഞാൻ റിമൂവ് ചെയ്തെടുത്തു. അപ്പം പോലും ഇല്ലാതെ തന്നെ റിമൂവ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മിഡിൽ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇത്തിരി കട്ടിയുള്ള ഭാഗമാണ്. ഈ ഭാഗം നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഇതുപോലെ തന്നെ ബാക്കി 2 തക്കാളിയുടെയും ഈ പാർട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി നമുക്കൊരു മാഷർ ഉപയോഗിച്ച് നല്ലപോലെ മാഷ് ചെയ്തെടുക്കാം. നല്ലപോലെ ബോയിൽ ചെയ്തെങ്കിൽ മാത്രമാണ് ഇതുപോലെ മാഷായി കിട്ടുള്ളൂ. നല്ല പഴുത്ത് ചുമന്ന തക്കാളിയാണ് ഇതിലേക്കായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഏകദേശം ഒരു 10 മിനിറ്റ് ഞാനിത് ബോയിൽ ചെയ്തെടുത്തു. തക്കാളി നല്ലപോലെ മാഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് സോസ് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒലീവ് ഓയിലും ഉപയോഗിച്ച് നമുക്ക് സോസ് റെഡിയാക്കാം. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറിയ പീസായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാള ചെറിയ പീസായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. വളരെ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം ഒരു 2-3 മിനിറ്റ് നമുക്കിതുപോലെ മീഡിയം ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് ഞാനിതൊന്ന് വഴറ്റിയെടുത്തു. ഇപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സമയം ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. സോസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ടൊമാറ്റോ ചേർത്തതിന് ശേഷം ഒരു 5-6 മിനിറ്റ് നമുക്ക് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ മീഡിയം ലോ ഫ്ലെയിമിൽ നല്ലപോലെ വഴറ്റിയെടുത്തു. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ കുരുമുളക് പൗഡർ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പെപ്രിക്ക പൗഡറാണ്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ലഭിക്കുന്നതാണ്. പെപ്രിക്ക പൗഡർ 1 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ. ഇത് സോസിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ കിട്ടുന്നതാണ്. ഒറിഗാനോ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തൈമാണ്. തൈം എന്ന് പറഞ്ഞൊരു പൗഡറാണ്. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഇതിനതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂണാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് റെഡ് ചില്ലി പേസ്റ്റ്. ഞാനിതിലേക്ക് 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ പൗഡറുകളൊക്കെ ചേർത്തതിന് ശേഷം 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ, നമ്മുടെ സോസ് ഈ പൗഡറൊക്കെ ചേർത്തപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വിനാഗർ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കരുത് കേട്ടോ, 1/2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഞാനിതിലേക്ക് വിനാഗർ ചേർക്കാൻ കാരണം നേരിയ പുളിയും കിട്ടും. മാത്രമല്ല ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കേടാവാതിരിക്കുകയും ചെയ്യും വിനാഗർ ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ സോസ് നല്ലൊരു കളർ കിട്ടാനും നല്ല കൺസിസ്റ്റൻസിയിലാകാനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട ടൊമാറ്റോ പേസ്റ്റാണ്. ചെറിയ പാക്കറ്റാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഈ സോസിന് നല്ല കളറും കിട്ടും. മാത്രമല്ല നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. ഈ സമയത്ത് ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എരിവുണ്ടോ എല്ലാം ഒന്ന് നോക്കണം. കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം.
ഇപ്പോൾ ഞാനിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന എരിവും പുളിയും എല്ലാം കറക്റ്റാണ്. ഉപ്പും ആവശ്യത്തിനുണ്ട്. ഈ 3 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. ആ രീതിയിലായിരിക്കണം സോസ് റെഡിയാക്കി എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ സോസ് റെഡിയാക്കിയിരിക്കുന്നത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ. സോസ് നമ്മൾ പിസയിലേക്ക് പുരട്ടിക്കെടുക്കുമ്പോൾ പേസ്റ്റ് രൂപത്തിലായിരിക്കണം, കട്ടി പിടിച്ചിരിക്കരുത്. എല്ലാ ഭാഗത്തോട്ട് സ്പ്രെഡ് ആവുന്ന രീതിയിലായിരിക്കണം ഈ സോസിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് കറക്റ്റാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് 3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളിത് റെഡിയാക്കുന്ന സമയത്ത് ഫ്ലെയിമിൽ അങ്ങനെയുള്ള ചേഞ്ച് വന്ന് തിക്കായിട്ടുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്പം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, തിളപ്പിച്ച വെള്ളം 2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പാഴ്സ്ലി ലീവ്സ് ആണ്. ഇത് മല്ലിയില പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് മിക്ക സൂപ്പർ മാർക്കറ്റുകളിൽ ഇപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു അല്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ മല്ലിയില ഇതുപോലെ പാഴ്സ്ലി ലീവ്സ് ഇപ്പോൾ ചേർത്ത് കൊടുക്കരുത്. ഇതില്ലാതെ തന്നെ നമുക്കൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം. പിസ്സ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അല്പം സോസിലേക്ക് ഇത് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട, 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതോടൊപ്പം ഒരു പിസ്സയുടെ റെസിപ്പി ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. എല്ലാവരും ഇത് കാണാം. അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇതുപോലെ കുറച്ചധികം സോസൊക്കെ ഉണ്ടാക്കി നമ്മൾ ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ 3 മാസമൊക്കെ അത് കേടുവിടാതിരിക്കും. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.